നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു മൂവ് ഓൺ ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് നോക്കുന്നത്. അത് അവരെ ഈ ഒരു നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്ന സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതല്ല നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആയാലും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാം. ദ ഹെർമിറ്റ് ആണ്, 10 ഓഫ് വാൺസ് ആണ്, എയ്റ്റ് ഓഫ് സോർസ് ആണ്, 8 ഓഫ് കപ്സ് ആണ്, ജസ്റ്റിസ്, ദ എംപ്രസ്, ദ സൺ കാർഡ്, the Fool card, Ace of Pentacles, King of Wands, 5 of Swords, the Star card, the Hanged Man. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഈ ഒരു എനർജിയിലായിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് 10 ഓഫ് വാൺസ് എനർജി. ഈ എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അവർക്ക് അത് നേരിടാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉണ്ടാവുന്നതെന്നുള്ളതാണ്. അതുമാത്രമല്ല അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ചീറ്റിംഗ്, അതായത് ഈ ഒരു 5 ഓഫ് സോഴ്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതായത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സഹിக்க വയ്യാതെയാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത്. നിങ്ങളിവിടെ ഈ ഒരു എംപ്രസ് ലെവലിലോട്ട് മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ഗ്രോത്തിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരുമ്പോൾ ദ സൺ കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ ലൈഫ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോട്ട് വരും എന്നാണ് കാണിക്കുന്നത്. അവിടെ ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ മാറും. അതായത് ഫുൾ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് ഫോക്കസ്ഡ് ആവും എന്നുള്ളതാണ്. ഈ ഒരു ഫുൾ കാർഡ് കണ്ടോ, ഈ ഒരു പേഴ്സൺ ഒരു ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ മാറും. ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. ആ സമയത്ത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഈ ഒരു എംപ്രസ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് വന്ന ഫിനാൻഷ്യലി എല്ലാം അബാൻഡൻ്റ് ആയൊരു ലേഡി ആയിട്ടാണ് കാണുന്നത്. അത് മെന്നാണെങ്കിൽ മെന്നായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലൈഫിലോട്ട് നിങ്ങൾ ചേഞ്ച് ആവും എന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ അബാൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അത് മാത്രമല്ല കരിയർ വൈസ് ആയിക്കോട്ടെ നിങ്ങൾ ഉയർച്ചകളിലോട്ട് പോകും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഹൈ ലെവലിലോട്ട് നിങ്ങൾ ചേഞ്ച് ആവുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും. അവർക്ക് പിന്നെ നിങ്ങളെ എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്തൊരു ലെവലിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അവർ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ വിട്ടു നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോയതിൻ്റെ ഒരു സ്ട്രഗിൾ ആയിരിക്കും അവർ അനുഭവിക്കുന്നത്.
അത് മാത്രമല്ല ഇവിടെ മാനസികമായിട്ട് പെയിൻ അനുഭവിച്ച് സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷനാണ് അവർക്കുണ്ടാവുക. അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ ഈ ഒരു ചീറ്റ് ചെയ്ത് പോയതിൻ്റെ, അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്ത് കടക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ, അതായത് ഈ റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ്സിലോട്ടാണ് പിന്നെ പോകുന്നതെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് മാറുമ്പോൾ യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ഫിനാൻഷ്യലി അബാൻഡൻസിലോട്ട് എത്തും. നിങ്ങളുടെ കരിയർ ബേസ് ആണെങ്കിൽ ഉയർച്ചകളിലോട്ട് നിങ്ങൾ പോകും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ പേഴ്സണോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ സ്റ്റെക്കായിരുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇനി ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ വേണ്ടാത്ത, എന്നെ പരിഗണിക്കാത്ത, എന്നെ സ്നേഹിക്കാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ ഇനി നിൽക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ച് പോകുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ വിട്ടു പോകുന്ന സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും. നിങ്ങളുടേതായ ഒരു ലോകം നിങ്ങൾക്ക് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ചീറ്റ് ചെയ്ത് അവരുടെ ലൈഫ് ഈ ഒരു സ്പോയിലായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ട് അവർ കംപ്ലീറ്റ്ലി അവരുടെ മാനസികാവസ്ഥ ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, ഇങ്ങനൊരു സിറ്റുവേഷൻ അവർക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സിൻ്റെ ഒരു ജസ്റ്റിസാണ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ന്യായം, അവർക്ക് ലഭിക്കുന്ന ശിക്ഷ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ കാണുന്നത്. അവർ കംപ്ലീറ്റ്ലി തകർന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, ദ സ്റ്റാർ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ, പുതിയ ഉയർച്ചകൾ, പുതിയ ജോലി, പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയിൽ, ഈ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നിങ്ങൾ മാറുക. അതായത് സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. എന്നിട്ട് ആ ഡിസിഷനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പവർ കൊടുത്ത് ഉറച്ചു നിൽക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ട മാനസികാവസ്ഥയിലൂടെ അവർ മുന്നോട്ട് പോവുക. നിങ്ങളെ ചീറ്റ് ചെയ്തതിൻ്റെയാണ് അവർ അനുഭവിക്കുന്നതെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, അവർ ഈ ബോട്ടം എനർജി കാണിക്കുന്ന അവർ നിങ്ങളിലേക്ക് വരണം. നെക്സ്റ്റ് കാർഡ് കണ്ടോ, ഇത് കണ്ടോ, ഒരു റീയൂണിയൻ ഉണ്ടാവണം. നെക്സ്റ്റ് ഫാമിലി കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലോട്ട് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും, നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നുള്ളത്. വരണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരണം. 10 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം. ഏസ് ഓഫ് സോഡ്സ് കാണിക്കുന്ന നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു ടെൻഡൻസിയാണ്. 4 ഓഫ് വാൺസ് കാണിക്കുന്നത് റീയൂണിയൻ ആണ്. ഈ ഒരു മാനസികാവസ്ഥയിലോട്ട് അവർ മാറുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ നിങ്ങളെ താഴെ നിന്ന് നോക്കി കാണേണ്ട സിറ്റുവേഷൻ ആയിരിക്കും അവർക്ക്. അതായത് നിങ്ങളെ എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്തൊരു ലെവലിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ലോ ലെവലിൽ നിങ്ങളെ ലഭിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളെ നേടാൻ പറ്റാത്ത ഒരു ലെവലിലോട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അവരുടെ മെസ്സേജസ് നോക്കാം. ഇന്നത്തെ റീഡിങ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റീഡിങ് എടുത്തത് നിങ്ങൾക്ക് തീരെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പേഴ്സണെ കുറിച്ചുള്ള റീഡിങ് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ എടുക്കേണ്ടത്. മിഷൻ എന്നാണ് പറയുന്നത്. ഒരു മിഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് പറയുന്നത്.
മൈൻ എന്നാണ്. അവരവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ലൈഫിൽ അവരുടേതായ കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടേതായ ലെവലിലോട്ട്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങളും ഫോക്കസ് ചെയ്യാം. ഓക്കെ. അൺസ്പോക്കൺ എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടി പറ്റുന്ന സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ്. അവരുടെ കാര്യത്തിലോട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവർ ലവ് ഈസ് റിയൽ എന്നാണ് പറയുന്നത്. അവരിപ്പോൾ കുറച്ച് കൂടുതൽ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ മറ്റുള്ളതിലോട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചറിയും ഈ ഒരു സ്നേഹം, നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവും എന്നാണ്. അത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് മിനിറ്റിലാണോ എല്ലാം തോന്നുക. ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. അവർ പല കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് അവർക്ക് ഷെയർ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ഫെയ്ത്ത് എന്നാണ് പറയുന്നത്, വിധിയാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ വിട്ടുപോവേണ്ടി വന്നത് അവരൊരു വിധിയായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ അവരെ ഉപേക്ഷിച്ച് ഒരു മൂവ് ഓൺ ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതും വിധിയാണെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ട്, അവരെ പരിഗണിക്കാതിരുന്നത് കൊണ്ടൊക്കെ അവർക്ക് നേരിടേണ്ടി വന്ന വിധിയാണിത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. അബാൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലോട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങളൊരു ലക്ഷ്യത്തിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അബാൻഡൻസ് ഉണ്ടാവും. ഓക്കെ. ഏഞ്ചൽസും അത് തന്നെയാണ് പറയുന്നത്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾ പോവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നോ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു ജേണിയിലോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും ആവാൻ വേണ്ടി പറ്റില്ല. അതാണ് ഈ ഒരു നോയുടെ അർത്ഥം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു റീഡിങ് കാണുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നോ എന്നാണ് കേട്ടോ. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു യാത്രയിൽ നിങ്ങളിലേക്കുള്ള, നിങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഏത് തീരുമാനത്തിലോട്ട് പോകണം എന്നുള്ളൊരു വഴി അറിയാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏഞ്ചൽസിനോട് അതിൻ്റെ ഒരു ആൻസർ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മെയ്, ലെറ്റർ ആർ, ലെറ്റർ സി, 1987, നവംബർ, മകം, 1986, കാർത്തിക, മകീരം, ചിത്തിര, ലെറ്റർ ബി,
1992 ഉത്രട്ടാതി. 1985 തിരുവാതിര. പൂരം, ആയില്യം. 1988 1997 രേവതി, പൂരുട്ടാതി, ചതയം, ലെറ്റർ ഇ, ലെറ്റർ ജെ, ലെറ്റർ എം, ലെറ്റർ വി. 1989 രോഹിണി, തിരുവോണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.